4.83 ഉപഭോക്തൃ വില നിലവാരം റിസർവ് ബാങ്കിന്റെ പഠനം അനുസരിച്ചും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ പഠനം അനുസരിച്ചും ഓൾ ഇന്ത്യ തലത്തിലെ ഉപഭോക്തൃ വില നിലവാരം 4.83%. അതേ സമയത്ത് കേരളത്തിൽ അത് 5.47%. ഇനി അത് ഉപഭോക്തൃ വില നിലവാരം ഒന്നിച്ചെടുത്താലാണ്. ഭക്ഷ്യവില നിലവാരം അതിൽ നിന്ന് വേറിട്ടെടുക്കുക. ഭക്ഷ്യവില നിലവാരം വേറിട്ടെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഭക്ഷ്യവില നിലവാരം 8.73%. അപ്പൊ നമ്മൾ ഓർക്കണം, കോവിഡ് കാലത്ത് മോണിറ്ററി പോളിസി കമ്മിറ്റി ഉപഭോക്തൃ വില നിലവാരം 4%-നും 6%-നും ഇടയ്ക്ക് പിടിച്ചു നിർത്തുക, അതിന് മുകളിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുക. അതിനു വേണ്ടിയാണ് പിന്നെ റീപ്പോ റേറ്റ് താഴ്ത്തി തന്നെ വെച്ചിരുന്നത്. ഇപ്പൊ ഏതാനും ഒരു വർഷത്തോളമായിട്ട് റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കാതെ 6.5% തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ റീപ്പോ റേറ്റ് വർദ്ധിപ്പിക്കാതെ നിലനിർത്തിയിട്ട് പോലും ഉപഭോക്തൃ വില നിലവാരം ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷ്യവില, കേരളത്തിന്റെ ഭക്ഷ്യവില 8.73%-ഓളം എത്തി നിൽക്കുകയാണ്. അങ്ങനെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത് ശരാശരി വിലയാണ്. ഇപ്പൊ നമുക്കറിയാം, മുരിങ്ങക്കായുടെ വില 250 രൂപയാണ് ഒരു കിലോയ്ക്ക്. അതുപോലെ തക്കാളിയുടെ വിലയും വളരെ ഉയർന്നു നിൽക്കുകയാണ്. അത് 8.73%-ത്തിലൊക്കെ വളരെ വളരെ ഉയർന്നു നിൽക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് ഈ മുരിങ്ങക്കായുടെ പ്രസക്തി എന്താണ്? ചുമ്മാ ഒന്ന് ആലോചിച്ചു നോക്കുക. സ്വാമിനാഥൻ, എം എസ് സ്വാമിനാഥനെ അറിയാത്തവരില്ല. മലയാളിയുടെ ഹൃദയമാണ് അദ്ദേഹം. കാർഷിക വിദഗ്ധനായിരുന്നു. അദ്ദേഹം ഒരുപാട് അന്താരാഷ്ട്ര അവാർഡുകൾ വാങ്ങിച്ചു. മരണശേഷം ഇപ്പോ ഭാരതരത്നയും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ എന്താണ് കാർഷിക മേഖലയെ പറ്റിയുള്ള പഠനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ചെറുധാന്യങ്ങളും മുരിങ്ങക്ക ഇത്രയും ഉണ്ടെങ്കിൽ ജീവിതം, അതായത് മനുഷ്യന്റെ ആരോഗ്യം മനുഷ്യന്റെ ജീവിതം പോഷക സമൃദ്ധമായി, ഭക്ഷണം പോഷക സമൃദ്ധമായി എന്നാണ്. അത്രയ്ക്കും പിന്നെ ഉന്നത ഗുണനിലവാരമുള്ള ഒന്നാണ് മുരിങ്ങക്ക, മുരിങ്ങ ആസച്ച്. അങ്ങനെയാണ് സ്വാമിനാഥൻ പറഞ്ഞിരിക്കുന്നത്. അത് സ്വാമിനാഥന്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ മുരിങ്ങക്കായ്ക്കാണ് ഇപ്പൊ 250 രൂപ വിലയായിരിക്കുന്നു. സാമ്പാർ മുരിങ്ങക്ക ഇടാതെ ആലോചിക്കാൻ പറ്റുമോ? ഒരുപാട് വെജിറ്റബിൾ പിന്നെ മിക്സ് ആയിട്ടുള്ള കറികൾ ഏതെടുത്താലും അതിലൊക്കെ അകമ്പടി സേവിക്കത്തക്ക രീതിയിൽ മുരിങ്ങക്കായ ഉണ്ട്. അങ്ങനെയുള്ള ആ മുരിങ്ങക്കായ 250 രൂപയിൽ നിൽക്കുകയാണ്. തക്കാളി 300 രൂപയിലൊക്കെ എടുത്ത് നിൽക്കുകയാണ്. ആ തരത്തിലാവുമ്പോൾ സാധാരണക്കാരെന്നല്ല, ഒരു സാമാന്യ എന്താണ് പണക്കാരായിട്ടുള്ളവർ പോലും ഇത്തരം ഉൽപ്പന്നങ്ങൾ ഭക്ഷ്യ രീതിയിൽ നിന്ന് മാറ്റി നിർത്തും. അതാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ഉയർന്ന ഭക്ഷ്യവില, ആ ഭക്ഷ്യവില അത്ര ഉയർന്നു നിൽക്കുമ്പോഴാണ് സപ്ലൈകോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ 13 ഇനങ്ങൾ പോലും സപ്ലൈകോ വഴി തരാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് ഈ സർക്കാർ എത്തുമ്പോഴും സർക്കാരിന്റെ മുൻഗണന എവിടെയാണ്? സർക്കാർ കൊടുക്കേണ്ട മുൻഗണന ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ നോക്ക്. മെഡിക്കൽ കോളേജിന് മുൻഗണന കൊടുക്കുന്നില്ല. അതായത് മെഡിക്കൽ കോളേജിൽ ഇപ്പോ ഈ എന്താണ് പറയാ, ആൻജിയോപ്ലാസ്റ്റി തൊട്ടുള്ള എല്ലാ ശസ്ത്രക്രിയകളും 2-3 മാസമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ തന്നെ കാരുണ്യ ലോട്ടറി വഴിയായിട്ട് സംഭരിച്ച പണം കൊടുത്തിരുന്ന സ്വകാര്യ ആശുപത്രികൾ ഇപ്പൊ ആ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അവർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക കൊടുത്തു തീർത്തിട്ടില്ല. അങ്ങനെ കൊടുത്തു തീർത്തിട്ടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, ലോട്ടറി വകയായിട്ട് കിട്ടിയ ഈ വർഷത്തെ, ഈ കഴിഞ്ഞ 2023-24 വരുമാനം എത്രയായിരുന്നു സർക്കാരിന്റെ ഖജനാവിലേക്ക്? 12,686.99 കോടി. 12,686.99 കോടി രൂപ സമാഹരിച്ചു ലോട്ടറി വിൽപ്പനയിലൂടെ തന്നെ. എന്നിട്ടാണ് കാരുണ്യ ആരോഗ്യ പദ്ധതിക്ക് കൊടുക്കേണ്ട, സ്വകാര്യ ആശുപത്രികൾ അതിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കാത്തത്. കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഹൃദയവുമായി ബന്ധപ്പെട്ട രോഗം, അതാണ് ആൻജിയോപ്ലാസ്റ്റി നടക്കുന്നില്ലെന്ന് പറഞ്ഞത്. ഹൃദയവുമായി ബന്ധപ്പെട്ടത്, കിഡ്നിയുമായി ബന്ധപ്പെട്ടത്, ശ്വാസകോശവുമായി ബന്ധപ്പെട്ടത്, ക്യാൻസർ പോലെയുള്ള അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 5 രോഗങ്ങൾ, വലിയ ചികിത്സാ ചെലവുള്ള 5 രോഗങ്ങൾ
ചികിത്സിച്ച് ഭേദമാക്കാൻ പാവപ്പെട്ടവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഈ കാരുണ്യ ആരോഗ്യ പദ്ധതി അവർക്ക് വേണ്ടി നീക്കിവെച്ചത്. അങ്ങനെ ഒരു ലോട്ടറി സിസ്റ്റം തന്നെ 2012 മാണി സാറ് ധനമന്ത്രിയായിരിക്കുമ്പോൾ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന് ആ പദ്ധതിയാണ് ഇപ്പൊ താളം തെറ്റിയിരിക്കുന്നത്. കുടിശ്ശിക കൊടുക്കാത്തത് കൊണ്ട് സ്വകാര്യ ആശുപത്രികളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളും ഒക്കെ ഈ സ്കീമിൽ നിന്ന് മാറിപ്പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒന്ന് ആരോഗ്യ മേഖല കുത്തഴിഞ്ഞു കിടക്കുന്നു. ഇനി നമ്മൾ അംഗനവാടി ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ഗവൺമെന്റ് പിന്നെ അവിടെ ഒന്നും തീരുന്നില്ല. ഉച്ചക്കഞ്ഞിക്ക് 8 രൂപ 17 പൈസയാണ് ഉച്ചക്കഞ്ഞിക്ക് ഒരു കുട്ടിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അത് ഏത് കുട്ടിക്കാ? അത് പ്രൈമറി സ്കൂളിലെ, ലോവർ പ്രൈമറി അല്ല, പ്രൈമറി സ്കൂളിലെ, അപ്പർ പ്രൈമറി സ്കൂളിലെ കുട്ടികൾക്ക്. അത് 8 രൂപ പറയുക. ഒരു മുട്ടയ്ക്ക് 6 രൂപ വിലയുള്ളപ്പോഴാണ് 8 രൂപ 17 പൈസ. ഇനി എന്നിട്ട് തന്നെയോ ആ പ്രധാന അധ്യാപകരും മറ്റ് ടീച്ചേഴ്സും സ്വന്തം പോക്കറ്റിൽ നിന്നെടുത്താണ് ഉച്ചക്കഞ്ഞി കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പിന്നെ നമ്മുടെ ഇവിടെ സപ്ലൈകോ ശൂന്യമായി കിടക്കുന്നത്. ഇനി സപ്ലൈകോ ശൂന്യമായി കിടന്ന് ഇങ്ങനെ മുരിങ്ങക്കായുടെ വില 250 രൂപയായി, തക്കാളിയുടെ വില 300 രൂപയായി എന്നൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ പൂഴ്ത്തിവയ്പ്പുകാരെ ചങ്ങലക്കിടാനായിട്ട് എന്ത് നടപടിയാണ് ഗവൺമെന്റ് എടുക്കുന്നത്? അതായത് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് മഴക്കെടുതിയും കൃഷിനാശവും ഉണ്ടായി എന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മഴക്കെടുതി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥയുടെ മുന്നറിയിപ്പ് വന്നാൽ മതി, അപ്പോൾ തന്നെ ഇവിടെ പൂഴ്ത്തിവയ്പ്പ് തുടങ്ങും. കാരണം അവർക്കറിയാം ഇന്ന സംസ്ഥാനത്ത് നിന്ന് ഇന്ന ഉൽപ്പന്നമാണ് കേരളത്തിലേക്ക് വരുന്നത്, അതിവിടെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്നതാണ്. അരിയാകട്ടെ, പച്ചക്കറികളാകട്ടെ, അങ്ങനെ ഏത് കോഴിയാകട്ടെ, കോഴി വസന്ത, ഇന്നടത്ത് കോഴി വസന്തയുണ്ട് എന്ന് കേട്ടാൽ ഉടനെ കോഴിയിറച്ചിയുടെ വില വർദ്ധിക്കുന്നു. അങ്ങനെ ഏത് ഉൽപ്പന്നത്തിന്റെ വിലയാണെങ്കിലും, എന്തുകൊണ്ടാണ് അങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ വില ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ ഇടവരുന്നത്? കാരണം നമ്മളൊരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. നമുക്ക് ആവശ്യമുള്ളതിന്റെ 80-85% ഉൽപ്പന്നങ്ങളും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ് മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പൊ അതുകൊണ്ടാണ് എവിടെയെങ്കിലും മഴക്കെടുതി ഉണ്ടായി എന്ന് കണ്ടാൽ വ്യാപാരി വ്യവസായികൾക്ക് അറിയാം അവിടുന്ന് ഏത് പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. തണ്ണിമത്തനാകാം, അതും അല്ലെങ്കിൽ മറ്റ് സ്പൈസസ്, ഇഞ്ചിയോ അല്ലെങ്കിൽ ഏതും, പച്ചമുളക് തൊട്ട് ഏത് ഉൽപ്പന്നവും അങ്ങനെ വില കൂട്ടി കൊണ്ടുപോകാനായിട്ട് അതിന് എന്താ പറയുക, വില കൂട്ടുന്നതിനുള്ള മാർഗമായിട്ടാണല്ലോ പൂഴ്ത്തിവയ്പ് നടത്തുന്നത്. അപ്പൊ പൂഴ്ത്തിവയ്ക്കുന്നത് എവിടെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഇവർക്കൊക്കെ അറിയാം. സ്ഥിരമായിട്ട് കേരളം ഇത് വർഷങ്ങളോളം, ദശാബ്ദങ്ങളായിട്ട് കേരളം ഈ പൂഴ്ത്തിവയ്പിന്റെ എന്താ പറയാ തിക്തഫലം അനുഭവിക്കുന്നവരാണ് കേരളത്തിലെ ഉപഭോക്താക്കൾ. അതുകൊണ്ട് അറിയാം എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോകേണ്ടത്. പക്ഷെ അതിനൊന്നും ഒരു ശ്രമവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. എല്ലാം ശരിയാകും, എല്ലാം നേരെയാക്കാം, ഉൽപ്പന്നങ്ങളെല്ലാം ഇന്ന ദിവസം എത്തും എന്നൊക്കെ ഭക്ഷ്യമന്ത്രി തൊട്ട് മുഖ്യമന്ത്രി വരെ എല്ലാവരും വാക്ക് തരും. പക്ഷെ ആ വാക്കൊക്കെ ഒന്നും പാലിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. എവിടെ എന്താണ് കുഴപ്പം? ആരാണ് പൂഴ്ത്തിവെക്കുന്നത്? ആരാണ് വിലക്കയറ്റം? അപ്പൊ ഈ പൂഴ്ത്തിവയ്പ്, ഇങ്ങനെയുള്ള വിലക്കയറ്റം ഒക്കെ സ്കൈ റോക്കറ്റിംഗ്, അതായത് വിലക്കയറ്റം ബാണം പോലെയാണ് വിലകൾ കുതിച്ചുയരുന്നത്. ആ സാഹചര്യത്തൊക്കെ ഓർക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യം മറക്കരുത്. ഇവിടെ കുട്ടനാട്ടിൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം? നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ ഒക്കെ അരി കൊണ്ടുവന്ന് കൂടെ എന്ന് ചോദിക്കുന്ന വിഡ്ഢികളും മന്ത്രിസഭയിൽ ഉണ്ട് എന്ന് ഓർക്കണം. അത് ഭക്ഷ്യമന്ത്രി അല്ല അങ്ങനെ പറഞ്ഞത്, എങ്കിലും അത്തരം വിഡ്ഢികളും മന്ത്രിസഭയിൽ ഉണ്ട് എന്നതുകൂടി നമ്മൾ ഓർക്കണം. അപ്പൊ അത്തരം ആൾക്കാർ കാണേണ്ടത് ഇതാണ്. അവിടെ മഴ പെയ്താൽ ഇവിടെ കഞ്ഞി കുടിക്കാതിരിക്കണം എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അപ്പൊ എന്താണ് വേണ്ടത്? സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു 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 ചുവടുവയ്പ് അതിനെ ഒരു ഗവൺമെന്റും തയ്യാറാകുന്നില്ല. കാർഷിക മേഖലയെ എല്ലാ ഗവൺമെന്റുകളും തടയുകയാണ് ചെയ്യാറുള്ളത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി എന്തൊക്കെ പാക്കേജസ് പറഞ്ഞു, ആ പാക്കേജസ് ഒന്നും തന്നെ നടപ്പാക്കുന്നതിൽ ശ്രദ്ധ കാണിക്കാതെയാണ് ഗവൺമെന്റുകൾ മുൻപോട്ട് പോകുന്നത്, പ്രത്യേകിച്ചും LDF ഗവൺമെന്റ്.